ഭയങ്കരന്മാരെ, ഭയങ്കരികളെ, ഇന്നെൻ്റെ ലോട്ടറിയുടെ അവസാന ദിവസമായിരുന്നു. ഞാൻ എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് ടിക്കറ്റ് എടുത്തു. ഈ സൈഡിൽ പുതിയ അട്ടി കയറി. ഇത് പുതിയ അട്ടിയാട്ടാ. അന്നാ ലോട്ടറി കിട്ടിയതിന് കാശിനൊക്കെ എടുത്ത് അട്ടിയ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2-3 അങ്ങനെയൊക്കെ എടുത്ത് ചെറിയ 500-1000 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5000 കിട്ടി. 2 പ്രാവശ്യം 5000 കിട്ടി. അപ്പോൾ ആ കാശൊക്കെ കൊണ്ടൊക്കെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവസാനം ഞാൻ ഇന്ന് എടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടേ ലാസ്റ്റ് ഞാൻ ഇന്ന് ഇതെടുത്തു. മൂന്ന് ആൾക്കാരെ എന്നിട്ട് എടുത്തു. അപ്പോൾ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ വളരെ ഒരു സന്തോഷം, ഒരു അതിശയം പോലത്തെ ഒരു കാര്യം ഉണ്ടായി. അത് കാരണം പറയാന്ന് വെച്ചാൽ, അപ്പോൾ ഈ 2 ടിക്കറ്റ് ഉണ്ടാ, ഈ 2 ടിക്കറ്റിന് ഡേറ്റ് ചില ആൾക്കാർ അപ്പം നമ്മയ്ക്ക് വിളിക്കുന്നു 4/8/2026 531 SS. ഈ 2 ടിക്കറ്റ് ഇട്ടാ ഈ 31/10 31/07 ഇത് വടൂക്കര നിർത്താ. ഇത് വടൂക്കര നിർത്തി. ഇതെന്താ കാരണം 31/10 ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളോട്ടാ. അതാണ് സെയിം തന്നെയായിരുന്നു തോന്നുന്നു. ഒരെണ്ണം എടുത്തുള്ളൂ, അത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. ആരെന്ന് എടുത്താവോ? പിന്നെ 10/83 ഇത് മാർക്കറ്റിൽ നിന്ന് 3 സ്ഥലത്ത് നിന്നാണ് ടിക്കറ്റ് എടുത്തത് ഞാൻ. എന്താ കാരണം അതിശയം എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ ടിക്കറ്റ് കാലത്ത് മാർക്കറ്റിൽ പോയതാ. കാലത്ത് മാർക്കറ്റിൽ പോയിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിലേക്ക് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഹൈ റോഡിൽ ഒരു ആയസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, അവിടേക്ക് പോയി. അപ്പോൾ കാറും കൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഞാൻ റൗണ്ട് അടിച്ച് വന്ന് പിന്നെ ഈ മുളക് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. മറ്റേ കോടാലി മുളക് എന്ന് പറഞ്ഞിട്ട് വെള്ളമുളകും. ഞാൻ വെറുതെ വീണ്ടും മാർക്കറ്റിൽ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എൻ്റെ അടുത്തേ, എന്താ വീണ്ടും വന്ന ചോദിച്ചാൽ ഒന്നുമില്ല, വെറുതെ വന്നു. അപ്പം ഞാൻ മുളകിൻ്റെ അവിടേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന് മുളകില്ല, കോടാലി മുളക് കിട്ടാനില്ല ഇന്ന്. അപ്പോൾ മുളകിൻ്റെ അവിടേക്ക് നടക്കുമ്പോൾ ഒരു 2 കാലിന് വയ്യാത്തൊരു ചേട്ടൻണ്ടാ. 2 കാലിനും ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ ആൾ നടക്കുക. അപ്പോൾ ടിക്കറ്റ് എടുക്കുക ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് ഈ ടിക്കറ്റ് എടുത്തു 69/84. ഇത് 2 ടിക്കറ്റ് എടുത്തിട്ട് 2 മതി. അപ്പോൾ ആളേലാകെ 6 ടിക്കറ്റുള്ളൂ. 6 ടിക്കറ്റുള്ളൂ, ഒക്കെ കാലിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ എടുത്തിട്ട് മുളക് മേടിച്ചിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ സ്ഥിരം പച്ചക്കറി കടയിൽ അവിടെ നിന്നപ്പോൾ ആളവിടെ. അപ്പോൾ ആളെൻ്റെ പിന്നീന്ന് തോണ്ടിയിട്ട്, ചേട്ടാ ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നേരത്തെ എടുത്തുള്ള 2 എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആളേലും ഒരു വേറെ 2 ടിക്കറ്റുകൾ പോയി. അപ്പോൾ ഇനി എന്തായാലും 2 ഉള്ളൂ വെച്ചിട്ട് 2 ഞാൻ എടുത്തു. അതെടുത്തു 69/82. അതെടുത്ത് അവിടെ നിന്ന് വന്ന് ഇപ്പോൾ ഞാൻ ഇന്ന് മരം കയറ്റലായിരുന്നു. പെരുമ്പാവൂർക്ക് മരം കയറ്റി. കയ്യിൽ കാശൊന്നുമില്ല, ആകെ ട്രൗസർ പൊളിഞ്ഞ അവസ്ഥയ്ക്കായിട്ട് മരം കയറ്റി ഇത് വിട്ട് ഞാൻ അതേ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണായിട്ട് മുന്നാണ് ലോട്ടറി നോക്കാം. അപ്പോൾ ലോട്ടറി ഞാൻ ഇങ്ങനെ നോക്കി, ഏറ്റവും പിന്നീന്ന് തുടങ്ങാം, ഏറ്റവും ബാക്കിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ നോക്കി 69/84 ഇതില്ല. നോക്കുമ്പോൾ നോക്കിയേ 69/82 ഇതേ ഡേറ്റ് 4/8/26 69/82 5000. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ 31/07 കേട്ടാ. അപ്പം ഞാൻ 31/07 31/07
31 ഇങ്ങനെ അടിയിൽ നിന്ന് നോക്കിയ അടിയിൽ നിന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ ചെറിയ പ്രൈസ് ഇങ്ങനെ നോക്കി. ഇപ്പോൾ 31.07 ഉണ്ട്, 6 ഉണ്ട്, 7 6 100 വെച്ചിട്ട്. അപ്പം ഞാൻ എന്നിട്ട് മുകളിലേക്ക് വലിയ പ്രൈസ് ഉണ്ടാവുമെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ 31.10 5000. ഞാനതില്ലേ. അപ്പം ഞാൻ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. വടൂക്കരുന്ന് അങ്ങോട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ 31.10 ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ടായത് അതിന് പിന്നെയുള്ളതിനൊന്നും ഇല്ല കേട്ടാ. പിന്നെയുള്ളതൊക്കെ ട്രാൻസ്ഫർ. പിന്നെ 10.33 ഉണ്ട്. 10.83 ഉണ്ടെങ്കിൽ ലാഭമായേനെ. 10.33 പറ്റിച്ച്. 10.83 എൻ്റെ ഒരു 83 എൻ്റെ ഒരു നമ്പറാണ്. അങ്ങനെ ഒരു അതിശയം ഉണ്ടായി. ഞാൻ ഇന്ന് എൻ്റെ അവസാനമായിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കലൊക്കെ നിർത്തി. അയ്യോ വേണ്ട, ഒരെണ്ണം 2 എടുക്കലും വേണ്ട, തേങ്ങയും വേണ്ട. അപ്പോൾ ആൾക്കാർ കുറേ തന്നെ ടിക്കറ്റ് എടുത്ത് വെറുതെ കാശ് കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാശ് ഞാൻ കളയാറില്ല. എനിക്ക് കിട്ടണ കാശ് കൊണ്ട് തന്നെ എടുക്കാറുള്ളൂ. പ്രൈസ് കിട്ടിയാൽ അതുകൊണ്ട് തന്നെ എടുക്കാറുള്ളൂ. അങ്ങനെ ഒരു അതിശയം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.